ഹായ് ഇന്നിപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. അതായത് നമ്മളെ സൈഡ് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ഈ ഭാഗത്തിൻ്റെ അളവും പിന്നെ നമ്മുടെ പൊക്കിളിന് തൊട്ട് താഴെ വന്ന ആ ചുറ്റളവും കൂടെ ഒന്നെടുത്തൊന്ന് കുറിച്ച് വയ്ക്കുക, മറക്കണ്ട കേട്ടോ. എന്നിട്ട് 1 മന്ത് ഈ വർക്കൗട്ടെല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അളന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇന്ന് ഒരു ദിവസത്തെ വീഡിയോ അല്ല, തുടർന്ന് 2 ദിവസം കൂടെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കും. അപ്പോൾ ആ എല്ലാ വർക്കൗട്ടും ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് കുറയും, ചിലർക്ക് ലേറ്റായി കുറയും. ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇത് സൈഡ് ഫാറ്റിൻ്റെ മാത്രമാണ്. അപ്പോൾ കാല് ഫസ്റ്റ് പൊസിഷനിലൊന്ന് ഇങ്ങനെ വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ ചെയ്യണം കേട്ടോ. എന്നിട്ട് കൈ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ കാല് നമ്മൾ ഉയർത്തുന്നത്, അപ്പോൾ കൈ തിരിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഞാനത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാവേ. ഇപ്പോൾ സൈഡ് ഫാറ്റിൻ്റെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. വയറിൻ്റെ നമുക്കതിന് ശേഷം ഒരു വീഡിയോയിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെ കുറയ്ക്കാൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തൊട്ട് നമുക്ക് എടുക്കാവേ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലോയിലാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മറുവശം കൊണ്ട് എടുക്കാവേ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നോർമലി വീഡിയോയിൽ കാണിച്ചു പോകുമ്പോൾ 10 വെച്ച് നമുക്ക് നിർത്തണ്ട. ഇതൊരു നമുക്കൊരു ചലഞ്ചിങ് വീഡിയോ ആയതുകൊണ്ട് കുറച്ചധികം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 30 50 അങ്ങനെ. അപ്പം വീണ്ടും ഒന്ന് എടുക്കാവേ. 1 2 3 4 5 6 7 8 9 10. വീണ്ടും നമുക്ക് മറുവശം എടുക്കാവേ. കൈ സൈഡിലേക്ക് കൊടുക്കുക, ഇനി കാല് ഉയർത്താം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. നന്നായിട്ട് ശ്വാസം എടുക്കണം കേട്ടോ. നിങ്ങൾ ശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി പ്രാവശ്യം എടുക്കാവേ. 1 2 3 4 5 6 7 8 9 10. ഞാൻ വളരെ സ്ലോയിലാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് ശ്വാസം എടുക്കുക, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ സൈഡ് ഫാറ്റ് പെട്ടെന്ന് കുറയുന്നൊരു ഇതാണ് കേട്ടോ, നമ്മളെ വയറ് പോലെ അല്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ചുവരുമ്മേൽ പിടിച്ചിട്ടാണ് ഇത് കറക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇന്നിങ്ങനെ തിരിയാൻ നിൽക്കരുത് കേട്ടോ. അതിൽ കാര്യമൊന്നുമില്ല, അങ്ങനെ തിരിഞ്ഞാൽ ഒരു ഉപയോഗമില്ല കേട്ടോ. കാല് കറക്റ്റ് പൊസിഷനിൽ വെക്കണം കേട്ടോ. ഇപ്പോൾ കാല് കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കുക കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ തിരിയല്ലോ കേട്ടോ. കൈ ഇതെങ്ങനെ വയ്ക്കുക, കാല് കുറച്ചത് ഇത്ര അടുപ്പിച്ച് വയ്ക്കുക, എന്നിട്ട് നന്നായിട്ട് ഉറപ്പിച്ച് വയ്ക്കുക, എന്നിട്ട് എടുക്കുക. 1 2 3 4 5 6 7 8 9 10. വീണ്ടും 1 2 3 4 5 6 7 8 9 10.
നന്നായിട്ട് ശ്വാസം എടുക്കുക. എപ്പോഴും ഇങ്ങനെ എടുക്കട്ടെ, മൂക്കിൽ കൂടെ എടുത്തിട്ട് വായിൽ കൂടെ ഇങ്ങനെ വിടണം. ബോഡി നല്ല റിലാക്സ് ആയിക്കോളും. 1 2 3 4 5 6 7 8 9 10. വീണ്ടും നിങ്ങൾക്ക് ശ്വാസം എടുക്കാം കേട്ടോ. ബോഡി എപ്പോഴും നല്ല റിലാക്സ് ആക്കി വേണം എടുക്കാം കേട്ടോ. ഒത്തിരി ക്ഷീണിപ്പിച്ച് എടുക്കാൻ നോക്കരുത് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ എടുക്കാവേ. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ നമ്മൾ തിരിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബാക്ക്, ആ മുതുവിൻ്റെ ഭാഗം നന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ അത്രത്തോളം നമ്മളെ ഇടുപ്പിൻ്റെ ഭാഗം നന്നായിട്ട് തിരിച്ചാൽ എടുക്കല് കേട്ടോ. അത് ഇങ്ങനെ നന്നായിട്ട് ഇടുപ്പിൻ്റെ ഭാഗമാണ് നന്നായിട്ട് തിരിയുന്നത്. നേരത്തെ ഞാൻ കാണിച്ച പോലെ ആക്കി കളയരുത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് കാലതേ ഇതേപോലെ വയ്ക്കുക കേട്ടോ. ഇത്രയും അകലത്തിൽ വയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകിൽ ഇടുപ്പിൽ കൈ വച്ചിട്ട് ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വരിക അതാണ്ടേ ഇത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടെ അതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമേ. ഇങ്ങനെ വയ്ക്കുക. ഇതായിരുന്നു 1 2 3 4 5 6 7 8 9 10. വീണ്ടും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാമേ. നന്നായിട്ട് ശ്വാസം എടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഞാൻ വളരെ സ്ലോയിലായത് എടുക്കുന്ന കേട്ടോ, നമുക്ക് കൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫാസ്റ്റായിട്ട് നമ്മൾ ഓടിയിട്ട് കാര്യമില്ലല്ലോ, പിന്നെ ഓടൊക്കെ വിടും ബോഡിക്ക്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, വീണ്ടും നമുക്ക് ശ്വാസമൊക്കെ എടുത്ത് ബോഡി ഒന്ന് റിലാക്സ് ആക്കിയിട്ട് വീണ്ടും തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10. വീണ്ടും ഒന്ന് ശ്വാസം നന്നായിട്ട് എടുക്കുക. ഇതേ കണക്ക് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ശരിക്കും നിങ്ങളിങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ ബോഡി നല്ല റിലാക്സ് ആവും. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്രയാണ് വളയലുണ്ടാവുക. അതുകൊണ്ടാണ് ആ മറ്റേ രീതിക്ക് അപ്പോൾ കുറച്ചുകൂടെ വള. നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുക വെച്ചാൽ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ കേട്ടോ. ഞാൻ സെക്കൻഡ് കാണിച്ചു വരുമ്പോൾ നന്നായിട്ട് നമുക്ക് ആ സൈഡ് നന്നായിട്ട് സ്ട്രെച്ചിങ് ആവാതാ. ലാസ്റ്റ് വരുന്നത് കറക്റ്റ് ഇതേ ഇങ്ങനെ കണ്ടോ. ഇതേ ഇങ്ങനെയാണ് കൊടുക്കൽ കേട്ടോ. ഇതേപോലെ സ്ലോവിന് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് ഇങ്ങനെ കണ്ടോ. ഇതേപോലെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്രേ തിരിയാൻ പറ്റുള്ളൂവെങ്കിൽ നിങ്ങൾ അങ്ങനെ തിരിഞ്ഞാൽ മതി. നമ്മളെ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിഞ്ഞോളൂ. ഫസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ തിരിയാൻ പറ്റുമോ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാണിക്കും പോലെ അത്രയും നമ്മളൊക്കെ ട്രെയിനർ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ അതുപോലെ ഇപ്പോൾ നമ്മളങ്ങനെ നോക്കണം, പറ്റുന്ന എങ്ങനെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ,
1 2 3 4 5 6 7 8 9 10. നമുക്ക് കറക്റ്റ് കണ്ടോ, ഇത്രയും നമ്മൾ തിരിയുന്നുണ്ട്, ഇത്രത്തോളം നമ്മൾ തിരിഞ്ഞ് വരലുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ ആ സൈഡ് ഫാറ്റിനൊക്കെ നല്ല വർക്കിംഗ് ആവുന്നത്. ഇത് വീണ്ടും തുടങ്ങാവേ. 1 2 3 4 5 6 7 8 9 10. വീണ്ടും ശ്വാസം എടുക്കുക, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കോളൂ. നമുക്കൊരു 1 മന്ത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊന്ന് അളന്ന് നോക്കണം. ഇപ്പോൾ ചിലർക്ക് കുറയലുണ്ടാവില്ല, ചിലർക്ക് ചെറുങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, ചിലർക്ക് നല്ല രീതിയിൽ കുറയും. ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ്. ഒരു മാറ്റം ഉണ്ടായില്ല, ഒരു മാസം കൊണ്ട് മാറ്റം ഉണ്ടായാലും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാരും പോകാൻ നിൽക്കേണ്ട. ക്ഷമയോടെ ചെയ്തോളൂ. റിസൾട്ട് 100% ഉറപ്പാണ് കേട്ടോ. ഇതും ഞാൻ ഇനി തുടർന്ന് 2 ദിവസം കൂടെ ഈ സൈഡ് ഫാറ്റിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ അത് അങ്ങനെ ചെയ്തു പോവുക കണ്ടിന്യൂസ്. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞാൽ 3 ഡേയ്സ്. അപ്പോൾ വീണ്ടും 3 ഡേ, 3ാമത്തെ ദിവസം ചെയ്തിട്ട് വീണ്ടും ഫസ്റ്റ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് അങ്ങനെ പോകാം. എന്നിട്ട് ഒരു 1 മന്ത് ആകുമ്പോൾ നിങ്ങൾ നോക്കുക. ഇനി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്റ്റിക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളെ സൈഡ് ഫാറ്റിൻ്റെ അതൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുത്തോളൂ. സൈഡ് ഫാറ്റ് കുറയ്ക്കണം ഒത്തിരി ആഗ്രഹമുള്ളവരുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വയറിന് നോക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ അത്രയൊക്കെ ടേൺ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ വയറിൻ്റെ ആ ഭാഗത്തുള്ളൊക്കെ മസിൽസൊക്കെ നല്ല രീതിയിൽ വർക്ക് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ചാനൽ അതിരക്കണം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഓളിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കറക്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.